IPL 2025 ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് RCB പോരാട്ടം. RCB 2 റൺസിനാണ് ചെന്നൈയെ പരാജയപ്പെടുത്തിയത്. IPL ചരിത്രത്തിലെ മറ്റൊരു പ്ലേ ഓഫിലേക്ക് കൂടി RCB പ്രവേശനം നേടി. എന്നാൽ മത്സരത്തിലെ പല അമ്പയർ തീരുമാനങ്ങളും ഇപ്പോൾ വിവാദത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെന്നൈ താരം ഡിവോൾഡ് ബ്രേവ്സിന്റെ വിക്കറ്റായിരുന്നു. മത്സരത്തിന്റെ 17ാം ഓവറിലാണ് സംഭവം. ബോൾ എറിയാനെത്തിയത് ലുങ്കി എങ്കിഡിയാണ്. ആദ്യ പന്തിൽ ജഡേജ സിംഗിൾ നേടി. രണ്ടാം പന്തിൽ സെഞ്ചുറിയിലേക്ക് കുതിക്കാൻ ആയുഷ് മാത്രേ എങ്കിഡിയെ ഉയർത്തിയടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം ചെന്ന് കലാശിച്ചത് കൃണാൽ പാണ്ഡ്യയുടെ കൈകളിലാണ്. 48 പന്തിൽ 9 ഫോറും 6 സിക്സും അടക്കം നേടി 94 റൺസിലാണ് ആയുഷ് മാത്രേ പുറത്താകുന്നത്. മത്സരത്തിൽ RCB ശക്തമായ വരവറിയിച്ചതും ഈ വിക്കറ്റിലൂടെയാണ്. എന്നാൽ തൊട്ടു പിന്നാലെ അടുത്ത പന്ത് നേരിട്ടത് ഡിവോൾഡ് ബ്രേവിസ് ആണ്. സ്വന്തം രാജ്യക്കാരനും കൂടെയ എങ്കിഡി എറിഞ്ഞ പന്തിൽ താരം LBW ആയി. എന്നാൽ റിവ്യൂ എടുക്കാൻ നിൽക്കവേ ആ റിവ്യൂ എടുക്കാൻ അമ്പയർ സമ്മതിച്ചില്ല. കാരണം 15 സെക്കൻഡ് കഴിഞ്ഞുവെന്നാണ് അമ്പയർ അപ്പോൾ പറഞ്ഞത്. എന്നാൽ ഈ തീരുമാനത്തിൽ ഏവരെയും ചൊടിപ്പിച്ചത് റിവ്യൂവിന് വേണ്ടിയുള്ള ടൈമർ സ്ക്രീനിൽ കാട്ടിയില്ല എന്നുള്ളതാണ്. അമ്പയർ നിതിൻ മേനോനായിരുന്നു. എന്നാൽ അതെന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളതും അമ്പയർ എന്തുകൊണ്ട് ടൈമർ വിളിച്ചില്ല എന്നുള്ളതും ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്ന കാര്യവുമാണ്. റീപ്ലേകളിൽ അത് ഔട്ടല്ലെന്ന് കൃത്യമായി കണ്ടതുമാണ്. ഇമ്പാക്റ്റ് അമ്പയർ സ്കോറിലായിരുന്നെങ്കിലും അത് വിക്കറ്റ്സിൽ ഹിറ്റിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും അത് നോട്ട് ഔട്ട് ആവുമായിരുന്നു. പക്ഷേ ആ റിവ്യൂ എടുക്കാൻ ബ്രേവിസിനെ സമ്മതിക്കാതിരുന്നത് അമ്പയറുടെ RCBയെ സപ്പോർട്ട് ചെയ്തുള്ള തീരുമാനമാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയരുന്ന പ്രധാന വിമർശനം. അവിടെ നിന്നാണ് RCB പിന്നീട് മത്സരത്തിലേക്ക് ശക്തമായി മടങ്ങി വരവ് അറിയിച്ചത്. ആ ഓവറിൽ 8 റൺസ് മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയത്. ധോനി ക്രീസിലെത്തിയതും അതേ ഓവറിലായിരുന്നു. അവിടെ നിന്നാണ് മത്സരം RCBയിലേക്ക് പഴുതി വീണത്. 24 പന്തിൽ 43 റൺസായിരുന്നു ചെന്നൈക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ 2 റൺസിന് പരാജയപ്പെട്ടത് ആരാധകരെയും ഒന്നടങ്കം നിരാശയിലാക്കി. Subscribe to One India and never miss an update.